പോക്സോ കേസ് പ്രതിയുടെ ശിക്ഷ ഒഴിവാക്കി സുപ്രീം കോടതി വിധി. പ്രതി അതിജീവിതയെ കല്യാണം കഴിച്ച് കുടുംബമായി കഴിയുന്നത് കണക്കിലെടുത്താണ് ശിക്ഷ ഒഴിവാക്കിയത്. പ്രതിയുടെ നടപടി കുറ്റകൃത്യമായ അതിജീവിത കാണുന്നില്ലെന്ന് കോടതി പറഞ്ഞു. ബംഗാളിലെ പോക്സോ കേസിൽ ജസ്റ്റിസ് അഭയ് സോഖി അധ്യക്ഷനായ ബെഞ്ചാണ് വിധി പറഞ്ഞത്. ഭരണഘടനയുടെ 142 അനുച്ഛേദത്തിൽ പ്രത്യേക അധികാരം ഉപയോഗിച്ചാണ് വിധി. സജു തോമസ് ചേരുന്നു. സജു, അസാധാരണ ഉത്തരവാണ് സുപ്രീം കോടതിയുടേത്. എന്താണ് വിധിയിൽ പറയുന്നത്? ധന്യ, എന്തായാലും പോക്സോ കേസിൽ അതിജീവിതയ്ക്ക് നീതി ഉറപ്പാക്കാൻ നിയമ സംവിധാനങ്ങൾ പരാജയപ്പെട്ടു എന്നുള്ള ഒരു കാര്യം ചൂണ്ടിക്കാട്ടിയാണ് സുപ്രീം കോടതിയുടെ ഭാഗത്തു നിന്നും ഇത്തരത്തിലുള്ള ഒരു വിധി ഉണ്ടായിരിക്കുന്നത്. അഭയ് ഓക്കെയാണ് ഇന്ന് ഈ വിധി പ്രസ്താവിച്ചത്. ഭരണഘടനയുടെ 142 അനുച്ഛേദത്തിലൂടെ പറയുന്ന സുപ്രീം കോടതിയുടെ പ്രത്യേക അധികാരം ഉപയോഗിച്ചാണ് ഈ വിധി നടപ്പാക്കിയിരിക്കുന്നത്. പ്രത്യേകിച്ച് 2024 ബംഗാളിൽ രജിസ്റ്റർ ചെയ്ത ഒരു കേസുമായി ബന്ധപ്പെട്ടാണ് അതിൽ ഹൈക്കോടതി പ്രതിയെ കുറ്റക്കാരനായിട്ട് കണ്ടെത്തുകയും ഇതിന്മേൽ സുപ്രീം കോടതിയിൽ അപ്പീൽ നൽകുകയും ചെയ്തിരുന്നു. ഈ അപ്പീൽ നടക്കുന്ന സമയത്ത് തന്നെ സുപ്രീം കോടതി ഒരു സമിതിയെ നിയോഗിച്ചിരുന്നു. ഈ സമിതി അതിജീവിതയുമായിട്ട് സംസാരിച്ചിരുന്നു. ഇതിനിടയിലാണ് ഈ പ്രതിയും അതിജീവിതയും തമ്മിൽ വിവാഹം കഴിക്കുന്നത്. അത്തരത്തിൽ ഈ വിവാഹത്തിന് ശേഷം അതിജീവിതയുമായിട്ട് സമിതി സംസാരിക്കുകയും അതായത് ഈ കേസ് നടന്നുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ വലിയ രീതിയിലുള്ള മാനസിക പീഡനങ്ങൾ അവർ അനുഭവിച്ചിരുന്നുവെന്നും അവരുടെ അതായത് മറ്റ് ബന്ധുക്കളുമായിട്ടൊക്കെയും അവർ അകന്നു ജീവിക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടായി, കുടുംബവുമായിട്ട് അകന്നു ജീവിക്കേണ്ട സാഹചര്യം ഉണ്ടായിട്ടുണ്ടെന്നും പോലീസിൽ നിന്ന് പോലും വലിയ രീതിയിലുള്ള പീഡനങ്ങൾ, മാനസിക പീഡനങ്ങൾ തനിക്ക് ഏൽക്കേണ്ടി വന്നിട്ടുണ്ടെന്നും എന്നുള്ളത് ഈ സമിതി മുമ്പാകെ പറഞ്ഞിരുന്നു. ആ സമിതി റിപ്പോർട്ട് സുപ്രീം കോടതി പരിഗണിച്ചുകൊണ്ടാണ് ഇപ്പോൾ ഇത്തരത്തിലുള്ള ഒരു വിധി നടപ്പാക്കിയിരിക്കുന്നത്. പ്രതിയെ അതിജീവിത വിവാഹം കഴിച്ച് ഇപ്പോൾ അവർ കുടുംബമായി ജീവിക്കുന്നതിനാൽ ഇയാൾക്കെതിരെ ഇപ്പോൾ ഒരു നടപടി സ്വീകരിക്കാൻ തയ്യാറാകത്തില്ല എന്നാണ് ഇപ്പോൾ സുപ്രീം കോടതി വിധി പറഞ്ഞിരിക്കുന്നത്. പ്രത്യേകിച്ച് രണ്ടുപേരും വിവാഹിതരായിട്ട് ഇപ്പോൾ സുഖമായിട്ട് ജീവിക്കുകയാണ്. അപ്പോൾ അവർക്കിടയിലേക്ക് ഇനി ഒരു വിധി കൂടെ കൊണ്ടുവരാൻ വേണ്ടി സുപ്രീം കോടതി തയ്യാറാകുന്നില്ല. ഭരണഘടനയിൽ 142 അനുച്ഛേദത്തിൽ പറയുന്ന സുപ്രീം കോടതിയുടെ പ്രത്യേക അധികാരം ഉപയോഗിച്ചാണ് ഈ ഒരു വിധിന്യായം അഭയ് സോഖ ഇന്ന് നടപ്പാക്കിയിരിക്കുന്നത്. ഈ കേസിന്റെ വിശദാംശങ്ങൾ കൂടി ഒന്ന് വിശദീകരിക്കാമോ? എങ്ങനെയാണ് ഈ കേസ് കോടതിയിലേക്ക് എത്തിയത്? ധന്യ, 2022 ഈ കേസുമായി ബന്ധപ്പെട്ട സംഭവം നടക്കുന്നത്. അതിനുശേഷം ബംഗാളിലാണ് ഈ സംഭവം നടക്കുന്നത്. ഇത് ഒരു പ്രാഥമിക അന്വേഷണവുമായിട്ട് പോലീസിലേക്ക് പോവുകയും ഇതിലുള്ള പ്രതിയെ, അതായത് മൈനർ ആയിട്ടുള്ള ഒരു സ്ത്രീയെ, പെൺകുട്ടിയെ പീഡിപ്പിച്ചു എന്നുള്ളതാണ് കേസ്. അതുമായി ബന്ധപ്പെട്ട് കേസ് മുൻപോട്ട് പോകുന്ന സാഹചര്യത്തിൽ പ്രതിയെ കണ്ടെത്തുകയും പ്രതിയെ കുറ്റക്കാരനായിട്ട് ഹൈക്കോടതി കണ്ടെത്തുകയും ചെയ്തു. അങ്ങനെ ഈ പ്രതിക്ക് ശിക്ഷ നടപ്പാക്കാൻ വേണ്ടിയുള്ള വിധി പ്രസ്താവം കൽക്കട്ട ഹൈക്കോടതിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവുകയും അതിനെ ചോദ്യം ചെയ്തുകൊണ്ട് പ്രതി സുപ്രീം കോടതിയിൽ ഒരു ഹർജി നൽകുകയും അതിനുശേഷം ഇവർ വിവാഹിതരായുമായി ബന്ധപ്പെട്ട സമയത്താണ് സുപ്രീം കോടതി ഒരു സമിതിയെ നിയോഗിച്ചിരുന്നത്. ഈ സമിതി ഇവരുമായി സംസാരിച്ചതിന് ശേഷമാണ് ഇത്തരത്തിലുള്ള ഒരു തീരുമാനത്തിലേക്ക് ഇപ്പോൾ സുപ്രീം കോടതി വിധിന്യായത്തിലേക്ക് എത്തിയിരിക്കുന്നത്. 2024 ഈ കേസുമായി ബന്ധപ്പെട്ട് കൽക്കട്ട ഹൈക്കോടതി വിധി പ്രസ്താവിക്കുന്നത്. അതിനുശേഷം ഇതിനെ ചോദ്യം ചെയ്തുകൊണ്ട് സുപ്രീം കോടതിയിൽ പ്രതി സമർപ്പിച്ച ഹർജിയിൽ മേലാണ് ഇപ്പോൾ ഒരു സുപ്രധാന തീരുമാനത്തിലേക്ക് സുപ്രീം കോടതി എത്തിയിരിക്കുന്നത്. ഇതിൽ ഇപ്പം നേരത്തെ നമ്മൾ പറഞ്ഞു 142 അനുച്ഛേദ പ്രകാരമുള്ള പ്രത്യേക അധികാരം അത് ഉപയോഗിച്ചുകൊണ്ടാണ് ഈ ശിക്ഷ നടപ്പാക്കേണ്ട എന്നതിലേക്ക് എത്തിയത്. പക്ഷെ എനിക്ക് തോന്നുന്നു നേരത്തെ ഉണ്ടായിരുന്ന കോടതിയിൽ നിന്ന് സുപ്രീം കോടതി സ്വമേധയാ ഈ കേസ് ഏറ്റെടുക്കുകയും വിധി പറയുകയുമായിരുന്നു, അല്ലേ? അതെ, അങ്ങനെ തന്നെയാണ്. അതായത് ഹൈക്കോടതിയിൽ ഉണ്ടായിരുന്ന ഈ കേസ് സുപ്രീം കോടതിയിലേക്ക് വരുന്നത് സുപ്രീം കോടതി സ്വമേധയാലാണ് ഈ കേസ് ഏറ്റെടുക്കുന്നത്. അതായത് പ്രതിയുടെ അപ്പീലിന്മേലല്ല, സ്വമേധയാ ഈ കേസ് സുപ്രീം കോടതി ഏറ്റെടുത്തുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ഒരു വിധി. അതാണ് സ്വമേധയാ എടുത്ത കേസിലാണ് സുപ്രീം കോടതിയുടെ വിചിത്ര വിധി ഉണ്ടായിരിക്കുന്നത്. പോക്സോ കേസിലാണ് വിധി പറഞ്ഞത്. അതിജീവിതയെ വിവാഹം കഴിച്ചാൽ പ്രതി കുറ്റക്കാരനല്ല എന്ന വിചിത്ര വിധിയാണ് സുപ്രീം കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടാവുന്നത്.